കുറിയുടെ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഉദാഹരണം 3 മാസം നീണ്ടു നിൽക്കുന്ന 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കുറി. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളിയുടെ ഇന്നത്തെ വില ഏകദേശം നമ്മൾ ഒരു 220 രൂപ കണക്കാക്കിയാൽ 595 ഗ്രാം വെള്ളിക്ക് 1,30,900 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ 595 ഗ്രാം വെള്ളിയുടെ കണക്കായ സംഖ്യ ഒരാളെ കൈവശം 1 വർഷം വേണം. അപ്പോൾ മുഹറം മാസത്തിൽ ഒരാൾ കുറി തുടങ്ങി 30,000 അന്ന് അടക്കുന്നത്. അങ്ങനെ അടച്ച് സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ ഊല. ഈ ജുമാദുൽ ഊലയിലേക്ക് എത്തുമ്പോൾ അയാളെ ഡെപ്പോസിറ്റ് 1,50,000 ആകും. 1,50,000 രൂപയാവും. അപ്പോൾ ഈ 1,50,000 രൂപ ആയത് മുതൽക്കാണ്. കാരണം ജുമാദുൽ ആഖിർ, റബീഉൽ ആഖിറിൽ ആകുന്നില്ല. റബീഉൽ ആഖിറിൽ 1,20,000 ആകുന്നുള്ളൂ. നമ്മളെ വെള്ളിൻ്റെ കണക്ക് 1,30,000, 1,30,900 പറഞ്ഞത്. അപ്പോൾ ഈ ജുമാദുൽ ഊലയിൽ 1,50,000 ആകുമ്പോൾ അടുത്ത ജുമാദുൽ ഊല ആകുമ്പോൾ ഇയാൾ ഇതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 2% എന്ന് പറയുമ്പോൾ 3,750 രൂപയാണ് 2.5%. പക്ഷേ ഈ തൊട്ടടുത്ത ജുമാദുൽ ആഖിർ മാസത്തിൽ അയാൾ കഴിഞ്ഞ ഈ ജുമാദുൽ ആഖിറിൽ അടച്ച 30,000-ൻ്റെ 2%. 30,000-ൻ്റെ 2% 750 രൂപയാണ്. പിന്നെ അയാൾ ഓരോ മാസം 750 രൂപ അടക്കണം. കുറി അടിച്ചില്ലെങ്കിൽ, കുറി അടിച്ചാൽ പിന്നെ അയാൾക്ക് കൊടുക്കേണ്ട നിർബന്ധമില്ല. അടുത്ത ജുമാദുൽ ഊല ആകുമ്പോൾ ഇയാൾ ഈ 1,50,000-ൻ്റെയും കൊടുക്കണം. അതോടൊപ്പം ഈ കഴിഞ്ഞ മാസത്തിന് 30,000-ൻ്റെയും അതിന് മുമ്പ് 30,000-നും 60,000-ൻ്റെയും കൂടി കൂട്ടി 1,500 രൂപ വീതം ഓരോ മാസം അടക്കേണ്ടി വരും.